ഇനി കണ്ണൂരിലേക്ക് അവിടെ പാലത്തായ് പീഡന കേസിൽ ബി.ജെ.പി. നേതാവ് പത്മരാജനെതിരായിട്ടുള്ള ശിക്ഷാവിധി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. പ്രതിക്കെതിരെ കൃത്യമായ തെളിവുണ്ടെന്നും ബലാത്സംഗം കുറ്റം തെളിഞ്ഞുവെന്നും കോടതി കണ്ടെത്തി. തലശ്ശേരി പോക്സോ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഈ വിധി. പത്മരാജന് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. KV ബൈജു വിവരങ്ങൾ നൽകും. ബൈജു, 3 മണിക്കാണോ വിധി പ്രഖ്യാപനം ഉണ്ടാവുക? അതെ എൽദോ, ശിക്ഷാവിധിയിന്മേലുള്ള വാദം പൂർത്തിയായി. 3 മണിക്ക് ഇത് സംബന്ധിച്ച വിധി പ്രസ്താവിക്കുമെന്നാണ് ജഡ്ജി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇനി അല്പസമയത്തിനകം തന്നെ ആ വിധി വരും. എന്തായാലും വലിയ തോതിൽ രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്തൊരു കേസാണ് പാലത്തായി പീഡന കേസ്. പ്രധാനമായും ഒരു അധ്യാപകൻ സംരക്ഷിക്കേണ്ട കരങ്ങൾ തന്നെ ഇത്തരത്തിൽ ഒരു നീചപ്രവൃത്തി ചെയ്തു എന്നൊരു ആരോപണം. അതോടൊപ്പം BJPയുടെ പ്രാദേശിക നേതാവ് കൂടിയാണിത്. രാഷ്ട്രീയമായും തന്നെ വലിയ ചർച്ചയായ ഒരു കേസാണ്. ഈ കേസിലെ നാൾവഴികൾ നോക്കിയാൽ 2020 ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു 3 തവണ ഈ കുട്ടിയെ സ്കൂളിലെ ശുചിമുറിയിൽ നിന്നും പീഡിപ്പിച്ചു എന്ന ഒരു പരാതി വരുന്നത്. മദർ സഹോദരനാണ് ഈ കുട്ടി ഇത്തരത്തിൽ കാര്യം വ്യക്തമാക്കുന്നത്. പിന്നീട് പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് 4 തവണയാണ് അന്വേഷണ സംഘം മാറി മാറി വന്നത്. ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ അന്വേഷിച്ചപ്പോഴും ഇതിൽ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുകയും അതുമാത്രമല്ല ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പോക്സോ വകുപ്പുകൾ ചേർക്കാത്തതും വലിയ വിവാദമായിരുന്നു. ഏറ്റവും ഒടുവിൽ 2023 മെയ് മാസത്തിലാണ് ഇതിൽ രത്നകുമാർ എന്ന് പറയുന്ന തളിപ്പറമ്പ് DYSP ആയിരുന്ന രത്നകുമാർ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കിയെന്നതാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനം. അതായത് ഈ ശുചിമുറിയിൽ നിന്നും ഇത്തരത്തിൽ രക്തക്കറ ഉൾപ്പെടെ കണ്ടെത്തി. അതോടൊപ്പം 49 സാക്ഷികളെയും കൃത്യമായി ഹാജരാക്കാൻ കഴിഞ്ഞു. ഈ കേസിൽ ഇന്ന് ഈ പ്രതിയായ പത്മകുമാറോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഇതിൽ പത്മകുമാർ നൽകിയ വിശദീകരണം ഇങ്ങനെയായിരുന്നു. അതായത് തനിക്ക് വീട്ടിൽ ഭാര്യയും മക്കളുമുണ്ട്, അതോടൊപ്പം പ്രായമായ അച്ഛനും അമ്മയുമുണ്ട് എന്നായിരുന്നു. ഈ കേസിൽ താൻ കുറ്റം ചെയ്തിട്ടില്ല, താൻ ഇത്തരത്തിൽ നിരപരാധിയാണെന്ന ഒരു കാര്യം വ്യക്തമാക്കി. അതോടൊപ്പം കുടുംബം ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദി SDP ആയിരിക്കുമെന്ന ഒരു കാര്യം കൂടി കോടതിയിൽ ബോധിപ്പിച്ചു. എന്തായാലും പ്രോസിക്യൂഷൻ ഇത് കൃത്യമായി എതിർത്തു. പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ കുട്ടിക്ക് പിതാവില്ല, പാവപ്പെട്ട കുടുംബത്തിൽ വരുന്ന കുട്ടിയാണ്, കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് പരമാവധി ശിക്ഷയെ വധശിക്ഷ തന്നെ നൽകണമെന്ന ഒരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് ഇത് ഇത്തരത്തിൽ കെട്ടിച്ചമച്ച ഒരു കേസാണെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് വരുത്തണം, കുറവ് വരുത്തണം എന്ന ഒരു കാര്യം പറഞ്ഞു. ഏതായാലും കോടതി ഇതിൽ കൃത്യമായി പറഞ്ഞത് ഇതിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചു. പോക്സോ മെറിറ്റ് കണക്കാക്കിയാണ് ഈ ഒരു കേസിന്റെ വിധി പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞു. അതൃപ്തി ഉണ്ടെങ്കിൽ, വിധിയിൽ തൃപ്തിയില്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാമെന്നും പറഞ്ഞു. മറ്റു കാര്യങ്ങൾ SDP-യുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന ഈ പത്മരാജൻ ഇന്ന് ഉന്നയിച്ച കാര്യങ്ങളൊക്കെ നേരത്തെ വിചാരണ വേളയിൽ തന്നെ വലിയ തോതിൽ നേരത്തെ ഹാജരാക്കിയതാണ്. അത്തരം കാര്യങ്ങളൊക്കെ വന്നതാണ്, അത് തള്ളിയതാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 തവണ അന്വേഷണ സംഘം മാറി മാറി വന്നു എന്നതും അതോടൊപ്പം വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്ന ഒരുപാട് ചർച്ചാ വിഷയമായ ഒരു കേസിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി ഇന്ന് 3 മണിക്ക് തലശ്ശേരി അതിവേഗ പോക്സോ കോടതി പ്രസ്താവിക്കുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു വിധിയാണ്. കോവിഡും അതുപോലെ തന്നെ ഇത്തരത്തിൽ അന്വേഷണ സംഘം മാറി മാറി വന്നതും ഈ കേസ് ഇതിന്റെ വിധി വരാൻ വൈകുന്നതിലേക്ക് ഇടയാക്കി. ഇന്നലെയാണ് ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. എന്തായാലും 3 മണിക്ക് വളരെ നിർണായകമായ ഈ കേസിലെ വിധി ഉണ്ടാകും. എൽദോ, ബൈജു, ഈ കേസിന് ഇതിനിടയിൽ വാദത്തിനിടയിലും ഒരുപാട് നിർണായക സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതായത് ആദ്യം അന്വേഷണ സംഘം പറഞ്ഞത് ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കേസിൽ അതിൽ ഒരു പോക്സോ ചുമത്താൻ പാകത്തിനുള്ള സാഹചര്യമില്ല എന്നുള്ളതൊക്കെ ആയിരുന്നില്ല. പക്ഷെ പിന്നീട് പ്രോസിക്യൂഷന്റെ ഇടപെടലൊക്കെ എങ്ങനെയാണ് ഈ കേസ് അന്വേഷണം മാറി മറിയുന്നത് ഈ നാൾ വഴികളിൽ? എൽദോ, ഈ കുട്ടിയുടെ അമ്മയുടെ നിരന്തരമായ പോരാട്ടം തന്നെയാണ് ഈ കേസ് കൃത്യമായി ഇതിന്റെ ഒരു വിധിയിലേക്ക് ഇപ്പോൾ ഇത്തരത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അതിന് ശിക്ഷാവിധി പ്രസ്താവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ ആദ്യം അന്വേഷിച്ച സംഘങ്ങൾ, പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ പോക്സോ വകുപ്പുകൾ ചുമത്താത്തതും ഇത്തരത്തിൽ പീഡനം കണ്ടെത്താൻ സാധിച്ചില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരികയും അത് രാഷ്ട്രീയമായി പോലും BJP പോലും ഇതിൽ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയത്തിലാണ് 2020
2023 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയ് മാസത്തിൽ ഈ ഒരു രത്നകുമാറിന്റെ മേൽനോട്ടത്തിൽ ഉണ്ടായ അന്വേഷണത്തിൽ ഈ ശുചിമുറിയിൽ നിന്നും ഈ രക്തക്കറ കണ്ടെത്തുന്നത്. അതായത് 3 തവണയാണ് 2020 ജനുവരി മുതൽ ഫെബ്രുവരി വരെയുള്ള കാലഘട്ടങ്ങളിൽ 3 തവണ പീഡിപ്പിച്ചെന്നാണ് ഇതിൽ പരാതി ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു രക്തക്കറ കണ്ടെത്തുകയും അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അത് തന്നെയാണ് ജഡ്ജും വ്യക്തമാക്കിയത്. ജഡ്ജി പറഞ്ഞതും ഇതിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചു. ബലാത്സംഗത്തിനും പോക്സോ കേസിനും കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായ അന്വേഷണം എല്ലാം ഇത്തരത്തിൽ വലിയ തോതിൽ വിവാദം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കുന്നത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരായ രത്നകുമാർ ഇപ്പോൾ തളിപ്പറമ്പിലെ ശ്രീകണ്ഠാപുരത്ത് LDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഈ ഉദ്യോഗസ്ഥൻ ഈ കേസ് കെട്ടിച്ചമച്ചതെന്നാണ് ഈ പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടിയത് PP ദിവ്യ കേസിലെ അഭിഭാഷകൻ കൂടിയാണ് പത്മ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു രത്നകുമാർ എന്ന കാര്യം കൂടി ഈ പ്രതിഭാഗ അഭിഭാഷകൻ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ കെട്ടിച്ചമച്ച ഒരു കേസാണ് ഇത് എന്ന് പറയുമ്പോഴും കോടതി കൃത്യമായി ഇതിൽ കെട്ടിച്ചമച്ച കേസല്ല, ഇതിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ ഉണ്ടായിട്ടുണ്ട്. അത് ഇനി വിധിയിൽ തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് മേൽക്കോടതിയെ സമീപിക്കാമെന്ന് പോലും കോടതി പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് വളരെ നാടകീയമായ സംഭവം തന്നെയായിരുന്നു കോടതിയിൽ കാണാൻ സാധിച്ചത്. പത്മകുമാറിന്റെ ആരോഗ്യ പ്രശ്നത്തിൽ കോടതി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യം ചോദിച്ചു. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമാക്കി. അതോടൊപ്പമാണ് മറ്റ് നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ പറഞ്ഞത്. കുടുംബം ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദി STB ആയിരിക്കും എന്ന ഒരു ആരോപണം എന്നൊരു കാര്യം കൂടി കോടതിയിൽ വ്യക്തമാകാൻ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ അതെല്ലാം തള്ളുന്നുണ്ട്. കാരണം ഇതെല്ലാം വിചാരണ വേളയിൽ വന്ന കാര്യങ്ങളാണ്. അത് വിചാരണ വേളയിൽ തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ്. ഇത്തരം വാദങ്ങളൊക്കെ എന്ന ഒരു കാര്യമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന് പറയുന്നു. പ്രതിഭാഗം അഭിഭാഷകനാകട്ടെ ഇത് ഈ കേസിൽ ശിക്ഷ കുറവുണ്ടാവണം, ഇളവുണ്ടാകണം എന്ന ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു. ഏതായാലും വളരെ ആകാംക്ഷയോട് കൂടിയാണ് ഈ കേസിലെ വിധി കാത്തിരിക്കുന്നത്. കാരണം ഈ അമ്മയുടെ 5 വർഷത്തെ നീണ്ട പോരാട്ടമാണ്. വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്ന ഒരു കേസാണ്. ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ അന്വേഷണ സംഘത്തിന്റെ പാളിച്ചുണ്ടാകുമ്പോഴും ഈ അമ്മ കോടതിയെ സമീപിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. സംരക്ഷിക്കേണ്ട ഒരു കരങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തു എന്ന തരത്തിലുള്ള വലിയ ആക്ഷേപം നേരിട്ടു. അപ്പോഴും പോലീസ് അന്വേഷണത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന ഒരു കാര്യം കൂടി ഉയർന്നു വന്നു. ഏതായാലും 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വിധി വരുന്നതെന്നതും ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇനി എന്ത് ശിക്ഷയായിരിക്കും ഇയാൾക്ക് നൽകുക, അത് വധശിക്ഷ തന്നെ നൽകുമോ, അതാണ് ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഈ കുടുംബവും ഈ കുട്ടിയുടെ അമ്മയും കാത്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു ഈ കുട്ടിക്ക് അച്ഛനില്ല, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ വരുന്ന കുട്ടിയാണ്. കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. അത്തരത്തിൽ ഇപ്പോഴും ഇതിൽ നിന്നും മുക്തയായിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ തെളിവുകൾ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. എൽദോ, നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയാണ് പത്മരാജൻ കോടതിയിൽ. ഇപ്പോഴും ഇന്നും രാവിലെ ജഡ്ജി ചോദിക്കുമ്പോൾ നിരപരാധിയായ ഒരാൾക്ക് ഇത്തരത്തിൽ കൂടുതൽ ശിക്ഷയൊന്നും ലഭിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത് കോടതിക്ക് മുമ്പാകെ. ഈ 2020-ലുണ്ടായ സംഭവമാണ് ഇത്. ആദ്യം ചൈൽഡ് ലൈനിന് മുന്നിലേക്ക് എത്തുന്നു. ഇത് എങ്ങനെയാണ് ഈ കുട്ടി തന്നെ സ്വമേധയാ പറയുകയായിരുന്നു, എങ്ങനെയൊരു അനുഭവം നേരിട്ടു എന്നത് കുട്ടി വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈ കേസിന്റെ തുടക്കം ബൈജു? എൽദോ, 2020 ജനുവരിയിലും ഫെബ്രുവരിയും ഇടയിൽ 3 തവണ ഈ കുട്ടിയെ ശുചിമുറിയിൽ നിന്നും ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് ഈ കേസ്. ഈ കുട്ടി മാതൃ സഹോദരിയോടാണ് ഈ കാര്യം പറയുന്നത്. പിന്നീട് ചൈൽഡ് ലൈനെ വിവരമറിയിക്കുകയും കുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പാനൂർ പോലീസാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ പാനൂർ പോലീസ് കേസ് അന്വേഷിച്ചു. ഇതിൽ അതൃപ്തി ഉണ്ടായതിനെ തുടർന്ന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോഴും പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. DGP തലത്തിലുള്ള അന്വേഷണം വരുന്നു. ഇങ്ങനെ 3 ഘട്ടങ്ങളായി നടന്ന അന്വേഷണത്തിൽ ഇതിൽ പോക്സോ വകുപ്പുകൾ ചേർക്കാൻ തയ്യാറായിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇതിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പോക്സോ കേസ് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് രത്നകുമാർ DYSP ആയിരുന്ന രത്നകുമാർ ഇതിൽ അന്വേഷണ സംഘം, അതായത് 7-അംഗ സംഘമായിരുന്നു ഇതിൽ വന്നിരുന്നത്. ആ അന്വേഷണത്തിലാണ് കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ഇദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചത്. ഇദ്ദേഹം ഈ പീഡനം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഈ ശുചിമുറിയിൽ നിന്നും ഈ അധ്യാപകൻ ഇതേ സ്കൂളിലെ അധ്യാപകനാണ്, ഈ കുട്ടിയുടെ അതേ സ്കൂളിലെ അധ്യാപകനാണ്. ആ സ്കൂളിലെ ശുചിമുറിയിൽ നിന്നും ഇത്തരത്തിൽ ഈ രക്തക്കറ കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതാണ് ഈ കേസിൽ ഏറ്റവും
ഏറ്റവും നിർണായകമായതെന്ന് പറയേണ്ടി വരും. ശാസ്ത്രീയമായ ആ തെളിവിലാണ് പിൻബലത്തിലാണ് ഇപ്പോൾ ഈ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 49 സാക്ഷികളെ വിസ്തരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കൃത്യമായ സാക്ഷികളെയും ഇതിൽ ഹാജരാക്കാൻ സാധിച്ചു പ്രോസിക്യൂഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഈ അന്വേഷണം 2023 മെയ് മാസം സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിലാണ് ബലാത്സംഗവും പോക്സോ വകുപ്പും കൂടി ചേർക്കുന്നത്. അങ്ങനെ ഒരു വർഷം നീണ്ട ഈ കഴിഞ്ഞ ഒരു വർഷം 2024 ആരംഭിച്ച ഒരു വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഇന്നലെ ഈ കേസിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നതും ആ ശിക്ഷാവിധി ഇന്ന് പ്രസ്താവിക്കുന്നു പറയുന്നത്. രാവിലെ പ്രധാനമായും ശിക്ഷാവിധിയിന്മേലുള്ള ഒരു വാദമാണ് നടന്നത്. അങ്ങനെയുള്ള ഒരു വാദത്തിനിടയിലാണ് താൻ നിരപരാധിയാണ്, തനിക്കൊന്നും അറിയില്ല എന്ന് ഇദ്ദേഹം വ്യക്തമാക്കിയത്. അത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്റെ കുടുംബം പ്രായമായ അച്ഛനും പ്രായമായ അമ്മയും ഉണ്ട്. അത് എല്ലാ കേസുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം അത്തരം ഈ കേസുകളിലൊക്കെ അങ്ങനെയുള്ള ഒരു വാദം ഉയർത്തുന്ന സാഹചര്യം ഉണ്ട്. അതായത് ശിക്ഷ ഇളവ് കിട്ടാനുള്ള ഒരു കാര്യമായാണ് അധികവും കാണാറുള്ളത്. അങ്ങനെ ഒരു വാദം കൂടി ഉന്നയിച്ചു. പക്ഷെ ഇതെല്ലാം പ്രോസിക്യൂഷൻ കൃത്യമായി എതിർത്തു. പ്രോസിക്യൂഷൻ ഇതിൽ കൃത്യമായി വ്യക്തമാക്കിയത് ഈ കുട്ടിയുടെ ദയനീയ അവസ്ഥയാണ്. ഇനി ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകരുത്. സ്വന്തം അധ്യാപകനാൽ തന്നെ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നൊരു ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഇനി ഈ കേസിൽ വധശിക്ഷ നൽകുമോ അതല്ല ജീവപര്യന്തം പോലെ ഇരട്ട ജീവപര്യന്തം പോലെ അത്തരത്തിലുള്ള ശിക്ഷയായിരിക്കുമോ നൽകുക, അതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. നമ്മൾ ഉൾപ്പെടെ ദിവസങ്ങളോളം ഒരുപക്ഷെ മാസങ്ങളോളം ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. പാർട്ടി BJP വലിയ തോതിൽ പ്രതിരോധത്തിലായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിന്റെ ഓരോ നീക്കങ്ങളും വലിയ തോതിൽ ചർച്ചയായതാണ്. ഇതിൽ ഒത്തുതീർപ്പ് നടക്കുന്നുണ്ടെന്നൊക്കെ കാര്യങ്ങൾ വന്നത്. അപ്പോഴും എൽദോ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കുട്ടിയുടെ അമ്മയുടെ നിരന്തരമായ പോരാട്ടമാണ്, കോടതിയുടെ ഇടപെടലാണ് ഈ കേസിൽ ഇപ്പോൾ ഈ ഒരു ഏറ്റവും ഒടുവിലായി കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും ഇതിലൊരു വിധി പ്രസ്താവിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും. എൽദോ, ബൈജു, ഇയാളൊരു സാധാരണ അധ്യാപകൻ എന്നതിനുമപ്പുറം സമൂഹത്തിൽ വളരെ കാര്യമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഒരു പഞ്ചായത്തിൻ്റെ ഭരണത്തിലിരുന്ന ആളാണ്. നാട്ടിൽ അത്രമാത്രം ശ്രദ്ധേയമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. ഇയാളെ പറ്റി അതിനു മുമ്പ്, ഈ ഒരു കേസ് വരുന്നതിന് മുമ്പ് ഉള്ള ഒരു വർത്തമാനത്തിലെങ്കിൽ പോലും ഇങ്ങനെ ഒരു രീതിയോ അല്ലെങ്കിൽ കുട്ടികളോട് മോശമായി പെരുമാറുന്ന സ്വഭാവമോ അത്തരം ഒരു വൈകൃതമോ ഉള്ളതായി ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതാണോ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? കൂടുതൽ അന്വേഷണം ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ടോ ഇയാൾക്കെതിരെ? ഇയാളുടെ ഒരു പതിവ് രീതിയാണോ എന്നറിയുന്നതിനായി. എന്തോ ഇതിൽ ഈ അധ്യാപകരെ കുറിച്ച് ഒരു പക്ഷേ കൂടുതലായും ആളുകൾ അത്ര മോശം പറയുന്ന ആളുകൾ, നല്ല പറയുന്ന ആൾക്കാരാണ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. ഏതെങ്കിലും കേസുകളിൽ നേരത്തെ ഉൾപ്പെട്ടതോ അത്തരം ട്രാക്ക് റെക്കോർഡൊന്നുമില്ലാത്ത ഒരു അധ്യാപകരാണ്. ഇയാളെ കുറിച്ച് വലിയ തെറ്റില്ലാതെ അങ്ങനെ മോശം ഒന്നുമില്ലാത്തൊരു കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് വലിയ ചർച്ചാ വിഷയമായത്. ഒരു വലിയ വിഭാഗം ഈ അധ്യാപകനെ പിന്തുണക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറുവശത്താകട്ടെ SDP ആണ് ഈ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തുന്ന ഒരു വാദവുമായി BJP ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ആളല്ല എന്ന തുറന്നു പറയുന്ന BJP രംഗത്ത് വരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. SDP ആണ് ഇതിൽ പ്രതിസ്ഥാനത്ത്. ഇയാളും അതുപോലെ തന്നെ ഇവരുടെ അഭിഭാഷകൻ ഉൾപ്പെടെ, ഈ പ്രതിയുടെ അഭിഭാഷകൻ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യമുണ്ട്. അത് ഇന്ന് കോടതിയിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയിലും അത് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിചാരണ വേളയിലൊക്കെ വലിയ തോതിൽ സാക്ഷികൾ ഉൾപ്പെടെ വിസ്തരിക്കുന്ന സാഹചര്യത്തിലും ഈ SDP-യുടെ പങ്ക് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കോടതി ഈ കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇനി എത്രത്തോളം ഇയാൾക്ക് പിന്തുണയുണ്ടോ ഇത്തരം കാര്യങ്ങളിലൊന്നും നേരത്തെ ഏർപ്പെട്ടില്ല എന്ന് പറയുമ്പോഴും കോടതി കൃത്യമായി ഇതിൽ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം തെളിവുകൾ തന്നെയാണ്. ഒരു കുട്ടി 10 വയസ്സുള്ള ഒരു കുട്ടിയാണ്, 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അത്തരത്തിലുള്ള ഒരു കുട്ടിക്ക് നേരെ അതേ സ്കൂളിലെ അധ്യാപകൻ ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നൊരു പരാതിയാണ്. വളരെ ഗൗരവമായ ഒരു പരാതി. ഇത്തരത്തിൽ നിരവധി കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം നമ്മൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത്തരത്തിൽ നിരന്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ തെളിവുകളാണ് ഏറ്റവും പ്രധാനം. ആ തെളിവ് കണ്ടെത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൽ ശിക്ഷാവിധി പ്രസ്താവിക്കാനിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ, അതായത് 3 മണിക്ക് തന്നെ ഇതിന്റെ ശിക്ഷാവിധി ഉണ്ടാകും. അത് ഏറ്റവും പ്രധാനമാണ്. ഇനി എന്താണ് ഇയാൾക്ക് നൽകുന്ന ശിക്ഷാവിധി, അതിനുശേഷം BJP ഉൾപ്പെടെ ഇതിൽ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയേണ്ടതുകൊണ്ട് ഇപ്പോഴും SDPI ആണ് ഇതിൽ ഗൂഢാലോചന നടത്തി ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു കേസ് കെട്ടിച്ചമച്ച എന്നൊരു വാദവുമായി തന്നെയാണ് BJP ഇപ്പോൾ നിൽക്കുന്നത്. അത് തന്നെയാണ് ഇയാളും കോടതിയിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഇയാളുടെ പ്രതിയുടെ
കുട്ടിയുടെ അഭിഭാഷകനും അത് തന്നെയാണ് വ്യക്തമാക്കിയത്. എന്തായാലും അത് ഇനി ഈ വിധിയിൽ തൃപ്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് മേൽക്കോടതിയെ സമീപിക്കാമല്ലോ എന്ന് കോടതിയിൽ നിന്ന് ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇപ്പോഴും വലിയ തോതിലുള്ള ചർച്ച, രാഷ്ട്രീയമായി തന്നെ ചർച്ച, അതുപോലെ തന്നെ ഈ സംഘടനകൾ തമ്മിലുള്ള ചർച്ചയൊക്കെയായി മാറുന്ന ഒരു കേസായി തന്നെ ഇത് മാറും. ആ വിധി ഏറ്റവും പ്രധാനമാണ്. എന്ത് വിധിയാണ് ഇതിൽ അപൂർവങ്ങളായ കേസായി പരിഗണിച്ച്. ബൈജു, ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ചോദിച്ച് നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. വേറൊന്നുമല്ല, ഈ ക്രൈംബ്രാഞ്ച് IG ആയിരുന്ന S. ശ്രീജിത്തിന്റെ ഒരു ഫോൺ സംഭാഷണം ഈ കേസിന് ആസ്പദമായിട്ട് പുറത്തു വന്നിരുന്നു. അതിൽ ശ്രീജിത്ത് ഇയാളെ സംരക്ഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു വാദഗതി ഉന്നയിക്കുന്നൊക്കെ കേട്ടിരുന്നു. അതിനുള്ള സാഹചര്യം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം ഒരു ക്രൈംബ്രാഞ്ചിൻ്റെ ആ സംഘത്തിലെ ഒരു മേധാവി, പ്രധാനി അത്തരത്തിലൊരു പരാമർശം നടത്താനുള്ള കാരണം? ഇയാൾ അത്ര ഈ ശിക്ഷയ്ക്ക് യോഗ്യന അല്ലെങ്കിൽ ഇയാൾ കുറ്റക്കാരനല്ല എന്നുള്ള തരത്തിൽ പരാമർശം നടത്താനുള്ള സാഹചര്യം എന്തായിരുന്നു? എൽദോ, ഇതിൽ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് ഏറ്റവും ഈ ഡിവൈഎസ്പി അന്വേഷിക്കുന്നതിന് മുമ്പ് അന്വേഷിച്ചിരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം രേഖ പുറത്ത് വന്നത്. അതിൽ പ്രധാനമായും ഇത്തരത്തിൽ പോക്സോ തെളിവുകളൊന്നും ഇതിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന ഒരു കാര്യമാണ് വ്യക്തമാക്കിയത്. അപ്പോഴും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് തന്നെയായിരുന്നു ഈ കുട്ടിയുടെ അമ്മയുടെ ഒരു ആരോപണം. അങ്ങനെയാണ് ആ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പോക്സോ വകുപ്പ് ഒഴിവാക്കിക്കൊണ്ട്, അതായത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ഇങ്ങനെ ഈ ഒരു കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ആ കുറ്റപത്രം സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഇയാൾക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അമ്മ കോടതിയിൽ പോകുന്നതും കോടതിയിൽ പോയതിനു ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന അമ്മയുടെ ആവശ്യപ്രകാരം 7 അംഗ സംഘത്തെ രൂപീകരിക്കുന്നതും ആ സംഘമാണ് ഇതിൽ കൃത്യമായ ശാസ്ത്രീയമായ ഒരു തെളിവ് കണ്ടെത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രക്തക്കറ ശുചിമുറിയിൽ നിന്നും കണ്ടെത്തുന്നതും ആ ഒരു കാര്യം കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന ഈ വിധിയുടെ ഏറ്റവും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും DIG ശ്രീജിത്ത് ഉൾപ്പെടെ അതിനു മുമ്പ് അന്വേഷിച്ച 2 സംഘങ്ങൾ, ലോക്കൽ പോലീസ്, ഈ അന്വേഷണങ്ങളിലൊന്നും പോക്സോ വകുപ്പുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതാണ് ഒരു ഇത്തരത്തിലൊരു സംഭാഷണത്തിൽ ഇദ്ദേഹം പറയുന്നതും പിന്നീട് ആ ശബ്ദം പുറത്താകുകയും വലിയ തോതിൽ വിവാദമാകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതെല്ലാം മറികടന്ന് 2023 അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴേക്കും ഇതിൽ ബലാത്സംഗം അതുപോലെ തന്നെ പോക്സോ ഈ 2 വകുപ്പുകൾ ചേർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇനി ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു വന്നാലും കോടതിയിൽ ഇത് തെളിയിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. കോടതി അത് കൃത്യമായി തെളിവുകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇയാൾ കുറ്റക്കാരനാണെന്നും കണ്ടെത്തി കഴിഞ്ഞു. ഇനി എന്ത് ശിക്ഷയാണ് ഇയാൾക്ക് വിധിക്കുന്നതെന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പൂർണ്ണമായിട്ടും അതിൽ എന്താണ് ശിക്ഷ വരുന്നത് എന്നുള്ളത് കാത്തിരിപ്പിലാണ്. 3 മണിക്കാണ് ശിക്ഷാവിധി ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇനി ഇയാൾ ഇന്ന് കോടതിയിൽ തൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം SDPIക്കാണെന്നുള്ള വാദഗതിയൊക്കെ ഇന്ന് ഉന്നയിക്കുകയും ചെയ്തു. 3 മണിക്ക് തലശ്ശേരി പോക്സോ പ്രത്യേക കോടതി ജഡ്ജി MT ജലജ റാണി ആണ് ഇന്നലെ ഈ കുറ്റം കണ്ടെത്തിയത്. എന്നാണെങ്കിലും അതിൽ ഇന്ന് വിധി പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. 2020 ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം 3 തവണ കുട്ടിയെ സ്കൂളിലെ ഈ ശൗചാലയത്തിൽ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് കേസ്. KV ബൈജു ആണ് വിവരങ്ങളുമായി ചേർന്നത്.